السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ചില ദിക്റുകൾ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്, വലിയ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് കൃത്യസമയത്ത് പറയപ്പെട്ട രൂപത്തിൽ നിർവഹിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് വലിയ പ്രതിഫലങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കും. സയ്യിദുൽ വജൂദ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും അത്തരം ദിക്റുകളുടെ പ്രാധാന്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയും അത് നിർവഹിക്കാൻ പ്രത്യേകം നമ്മോട് നിർദ്ദേശിക്കുകയും ചെയ്തതായി നിരവധി ഹദീസുകളിൽ കാണാൻ കഴിയും. അത്തരം ഒരു ദിക്റാണ് എല്ലാ സുബ്ഹി നിസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ മഗ്രിബ് നിസ്കാരത്തിൻ്റെയും ശേഷം നാം ഇരുന്ന ഇരുത്തത്തിൽ എങ്ങനെയാണോ തഹിയ്യാത്തിരുന്നെങ്കിൽ അതേ ഇരുത്തത്തിൽ അല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാതെ, കാല് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാതെ ആ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് വല്ലൊരുത്തനും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഈ ദിക്ർ 10 പ്രാവശ്യം അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ഒരാൾക്ക് ചൊല്ലാൻ വേണ്ടി സാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുന്ന പ്രതിഫലം എത്രയാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നതായി കാണാം. മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖാവല ഖബല അൻ യസ്രിഫ യസ്നി റിജലൈഹി മിൻ സ്വലാത്തുൽ മഗ്രിബി വസ്സുബ്ഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 മറാത്തിൻ. സുബ്ഹി നിസ്കരിച്ച ശേഷം മഗ്രിബ് നിസ്കരിച്ച ശേഷം കാല് പോലും ചലിപ്പിക്കാതെ അതേ ഇരുത്തത്തിരുന്നു കൊണ്ട് ഈ പറയപ്പെട്ട ദിക്ർ 10 പ്രാവശ്യം വല്ലൊരുത്തനും ചൊല്ലിയാൽ കതബല്ലാഹു ലഹു ബികുല്ലി വാഹിദത്തിൻ 10 ഹസനാത്ത് വമഹാ അൻഹു 10 സയ്യിആത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ നന്മയുടെ ഏടിൽ 10 നന്മകൾ, ഓരോ ദിക്റിനും 10 നന്മകൾ എഴുതി വെക്കും. ആ 10 പ്രാവശ്യം ചൊല്ലിയാൽ 100 നന്മകൾ അല്ലാഹു തആല അദ്ദേഹത്തിന് രേഖപ്പെടുത്തി വെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 10 പാപങ്ങൾ അത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഏട്ടിൽ നിന്നും തിന്മയുടെ ഭാഗത്തു നിന്നും മായ്ച്ചു കളയും. വറഫഅ അല്ലാഹു ലഹു 10 ദറജാത്ത് 10 പദവികൾ അല്ലാഹു തആല അദ്ദേഹത്തിന് ഉയർത്തി കൊടുക്കുകയും വഹിർസൻ മിൻ കുല്ലി മക്റൂഹ് അദ്ദേഹം ഇഷ്ടപ്പെടാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും അല്ലാഹു തആല അദ്ദേഹത്തിന് പ്രത്യേക സംരക്ഷണം നൽകുമെന്നും വഹിർസൻ മിനശ് ശൈത്വാനിർ റജീം ആട്ടി ഓടിക്കപ്പെട്ട പിശാചിൽ നിന്ന്, ശൈത്താൻ്റെ ശർറുകളിൽ നിന്നും അല്ലാഹു തആല അദ്ദേഹത്തിന് പ്രത്യേക സംരക്ഷണം നൽകുമെന്നും അവനായിരിക്കും ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ നിർവഹിച്ചവനെന്നൊക്കെ തുടങ്ങി നിരവധി മഹത്വങ്ങൾ ഈ പറയപ്പെട്ട ദിക്റുകൾ ചൊല്ലുന്ന വ്യക്തിക്ക് നൽകപ്പെടുമെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ എല്ലാ ദിവസവും സുബ്ഹി നിസ്കരിച്ച ശേഷം അതുപോലെ മഗ്രിബ് നിസ്കരിച്ച ഉടനെ അതേ ഇരുത്തത്തിന് ഇരുന്നു കൊണ്ട് ഈ പറയപ്പെട്ട ദിക്ർ ചൊല്ലിയാൽ കിട്ടുന്ന ഈ പുണ്യം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിശാച് ശൈത്താൻ ഇത് നമുക്ക് ലഭിക്കുന്നതിൽ നിന്നും നമ്മൾ അകറ്റാൻ വേണ്ടി അവൻ പല ക്ഷീണവും കാലുവേദനയും മറ്റുമൊക്കെ തോന്നിപ്പിച്ച് ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ നിന്ന് മാറ്റി നിർത്താൻ, മാറിപ്പോകാൻ വേണ്ടി നമ്മോട് പ്രേരിപ്പിക്കുമ്പോൾ ഒരിക്കലും അവൻ്റെ ചതിയിൽപ്പെടാതെ അവിടെ തന്നെ അല്പസമയം കൂടെ ഇരുന്നു കൊണ്ട് ഈ പറയപ്പെട്ട ദിക്ർ ചൊല്ലാൻ കഴിഞ്ഞാൽ അവനായിരിക്കും ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിച്ചവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടരിൽ അത് കൃത്യമായി നിർവഹിക്കുന്നവരിൽ നമ്മെല്ലാവരും അല്ലാഹു ചേർത്ത് തിരുമാറാവട്ടെ. അവൻ്റെ അനുഗ്രഹം കൊണ്ട് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.